അടവിപ്പാല, ആട്ടുകൊട്ടപ്പാല, കാട്ടുപാൽ വള്ളി, ചെറുപാൽ വള്ളി, കള്ളിപ്പാൽ വള്ളി, പാൽവള്ളി എന്നെല്ലാം അറിയപ്പെടുന്ന സസ്യത്തെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അടവിപ്പാല ഒരു ചെറിയ വള്ളിച്ചെടിയാണ്. അപ്പോസൈനേസി കുടുംബത്തിലെ ക്രിപ്റ്റോലെപ്പിസ് ജനുസിൽ ദുബിയ ഇനമാണ് അടവിപ്പാല. പേരിന് പിന്നിലുള്ള കാര്യങ്ങൾ നോക്കാം. മലയാളത്തിൽ ഇതിന് ആട്ടുകൊട്ടപ്പാല, കാട്ടുപാൽ വള്ളി, ചെറുപാൽ വള്ളി, കള്ളിപ്പാൽ വള്ളി, പാൽവള്ളി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം ക്രിപ്റ്റോലെപ്പിസ് ഡുബിയ എന്നുള്ളതാണ്. പ്രകടമല്ലാത്ത ശൽക്കങ്ങളുള്ളത് എന്നാണ് ഇതിൻ്റെ ജനുസ് നാമത്തിനർത്ഥം. കൽക്കത്ത സസ്യോദ്യാനത്തിൻ്റെ സൂപ്രണ്ടായിരുന്ന ഫ്രാൻസിസ് ഹാമിൽട്ടൺ ബുക്കാനൻ എന്ന സസ്യശാസ്ത്രജ്ഞനോടുള്ള ആദരസൂചകമായിട്ടാണ് സ്പീഷീസ് നാമം നൽകിയിട്ടുള്ളത്. ഇംഗ്ലീഷിൽ ഇതിനെ വാച്ച് ലീവ്ഡ് ക്ലൈംബർ എന്നാണ് അറിയപ്പെടുന്നത്. സംസ്കൃതത്തിൽ ഇതിനെ അജഗന്ധികി, അജശൃംഗി, ആവർത്തിനി, കൃഷ്ണശാരിബ, നേത്രൌഷധി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. തമിഴ് ഭാഷയിൽ ഇതിനെ പാലക്കൊടി എന്നാണ് അറിയപ്പെടുന്നത്. രൂപവരണം നോക്കാം. അടവിപ്പാല ബഹുവർഷിയായ ഒരു ചെറിയ വള്ളിച്ചെടിയാണ്. ഒടിച്ചാൽ പാൽ പോലുള്ള ഒരു കറ ഉണ്ടാകുന്നു. ഇരുണ്ട പച്ചനിറമുള്ള എണ്ണമിനുപ്പുള്ള ഇലകൾ സമൂഹമായി വിന്യസിച്ചിരിക്കുന്നു. ഇലകൾക്ക് 5 തുടങ്ങി 10 സെൻറ്റിമീറ്റർ വരെ നീളവും 2 തുടങ്ങി 4.5 സെൻറ്റിമീറ്റർ വരെ വീതിയും കാണാം. ഇലയുടെ അടിവശം വെളുത്ത മൃദുവായ രോമങ്ങളുണ്ട്. പത്രകക്ഷങ്ങളിലാണ് പൂക്കളുണ്ടാകുന്നത്. പച്ച കലർന്ന മഞ്ഞ നിറമുള്ള പൂക്കൾക്ക് 5 ദളങ്ങൾ ഉണ്ടായിരിക്കും. 5 തുടങ്ങി 10 സെൻറ്റിമീറ്റർ വരെ നീളമുള്ള ഫലങ്ങൾക്ക് അറ്റം കൂർത്ത ഓടത്തിൻ്റെ ആകൃതിയാണ്. നീണ്ടുപരന്ന അനേകം വിത്തുകൾക്ക് വെളുത്ത പഞ്ഞിനൂലിൻ്റെ അകമ്പടിയുണ്ട്. കാറ്റിൽ പാറി നടന്ന് വിത്ത് വിതരണം നടത്താൻ വേണ്ടിയാണത്. കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം. ഏഷ്യയിൽ എല്ലായിടത്തും ഈ സസ്യത്തെ കാണാം. പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിലും ശ്രീലങ്കയിലും കൂടുതലായി കാണപ്പെടുന്നുണ്ട്. കേരളത്തിലെ ഇലപൊഴിയും വനങ്ങളിലും സമതലങ്ങളിലും വളരുന്ന സസ്യമാണിത്. ആർദ്ര ഇലപൊഴിയും വനങ്ങളിലും വരണ്ട ഇലപൊഴിയും വനങ്ങളിലും സമതലങ്ങളിലും കുന്നിൻ ചെരുവുകളിലും ഇത് വളരുന്നുണ്ട്. ഔഷധ ആവശ്യങ്ങൾക്കായി ഇവയെ നട്ടുവളർത്താറുമുണ്ട്. ഔഷധ മൂല്യത്തെ നോക്കാം. അടവിപ്പാല സമൂലം ഔഷധയോഗ്യമാണ്. 1689 പ്രസിദ്ധീകരിച്ച ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന വിഖ്യാത ഗ്രന്ഥത്തിൻ്റെ 9ാം വാല്യത്തിൽ ഇതിൻ്റെ ഔഷധ ഗുണത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു: സമൂലം എണ്ണ കാച്ചി ഉപയോഗിച്ചാൽ കണ്ണിൻ്റെ തകരാറുകൾ സുഖപ്പെടും. രക്തശുദ്ധീകരണ ശേഷിയുള്ളതിനാൽ ത്വക്ക് രോഗങ്ങൾക്ക് ഔഷധമായി ഉപയോഗിക്കുന്നു. കൂടാതെ പനി, സന്ധിവേദന, പേശീവേദന, പിള്ളവാതം, വിശപ്പില്ലായ്മ എന്നിവയ്ക്കും ഔഷധമാണ്. അഗ്നിമാന്ദ്യം, അരുചി, അതിസാരം, ക്ഷയം, കാസം, രക്തപിത്തം, ദേഹദുർഗന്ധം, വാദം എന്നിവയ്ക്ക് ഈ സസ്യത്തെ ഉപയോഗിക്കാറുണ്ട്. അലോപ്പതി മരുന്നുകളിൽ ഈ സസ്യം ഉപയോഗിക്കാറുണ്ടെന്ന് പറയപ്പെടുന്നു. വരണാദി കഷായം, പിണ്ടതൈലം, ദ്രാക്ഷാദി കഷായം, കല്യാണഘൃതം, മഹാതിക്തകം ഘൃതം, ചന്ദനാദി തൈലം എന്നീ ഔഷധങ്ങളിൽ ഇത് ഒരു ചേരുവയാണ്. പാമ്പ് വിഷത്തിനെതിരെ ഈ സസ്യത്തെ ഉപയോഗപ്പെടുത്താറുണ്ട്. ഫംഗസിനെതിരെ പ്രയോഗിക്കാനാവുമെന്ന് പഠനങ്ങളിൽ കാണപ്പെടുന്നു. ബാക്ടീരിയകൾക്കെതിരെയും ഇത് ഫലപ്രദമാണ്. പരിസ്ഥിതി മൂല്യത്തെ നോക്കാം. തെളിനീലക്കടുവ, എരുക്ക് തപ്പി, അരളിശലഭം എന്നീ ചിത്രശലഭങ്ങളുടെ ലാർവ ഭക്ഷണ സസ്യമാണ് ഇത്.